If z is equal to function of xy, differential of z എന്ന് വെച്ച് കഴിഞ്ഞാൽ dz equal to fx of xy dx plus fy of xy ty എന്നാണ്. നമ്മൾ ഡിഫറൻഷ്യൽസ് വെച്ചിട്ട് എന്താണ് എറേഴ്സ് ഒക്കെയാണ് കണ്ടുപിടിക്കുക. എറർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് നമ്മുടെ ആക്ച്വൽ വാല്യൂ മൈനസ് അപ്രോക്സിമേറ്റഡ് വാല്യൂ. അതിന് ഡെൽറ്റ എക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡിനോട്ട് ചെയ്യാം. ഇനി റിലേറ്റീവ് എറർ അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എറർ ഡിവൈഡഡ് ബൈ ആക്ച്വൽ വാല്യൂ ആണ്. ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് ബൈ എക്സ്. ഇനി പെർസെന്റേജ് എറർ എന്ന് പറഞ്ഞാൽ എന്താ റിലേറ്റീവ് എറർ ഇൻറ്റു 100നെയാണ് എന്തെന്ന് പറയാ പെർസെന്റേജ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ടുള്ള കുറെ പ്രോബ്ലംസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ ഞാൻ LN ലോഗ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ട് കാണാം. അത് ആൻസർ കീയിൽ അങ്ങനെ തന്നതുകൊണ്ടാണ് ആ രീതിയിൽ ചെയ്തത്. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന മെത്തേഡ് ത്രൂ ഔട്ട് യൂസ് ചെയ്താലും മതി. Okay, the radius and height of a right circular cone are measured with errors of at most 2% and 4% respectively. അപ്പൊ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട് ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 2% ആണ് തന്നിട്ടുണ്ട്. അതുപോലെ ഡെൽറ്റ എച്ച് ബൈ എച്ച് ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 4% ആണ് തന്നിട്ടുണ്ട്. Use differential to approximate the maximum percentage error in the calculated volume. അപ്പൊ വോളിയത്തിലുള്ള മാക്സിമം പെർസെന്റേജ് എറർ ആണ്. അപ്പൊ വോളിയം ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറഞ്ഞാൽ എന്താണ് 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ഓക്കെ, ഇനി ഡി വി ഇസ് ഈക്വൽ ടു അതായത് ഡിഫറൻഷ്യൽ നമ്മൾ ഡി സെഡിനെ എഴുതിയത് എന്തായിരുന്നു എഫ് എക്സ് ഓഫ് എക്സ് കോമ വൈ ഡി എക്സ് എന്നല്ലേ. അതുപോലെ ഇവിടെ ആറും എച്ച് ആന്ന് മാത്രമേ ഉള്ളൂ. എന്തെന്ന് എഴുതാ എനിക്ക് fr of r comma h dr plus fh of r comma h dh. ഇതല്ലേ ഡിഫറൻഷ്യൽ വോളിയം. ഓക്കെ, അപ്പൊ നമുക്ക് ഡി വി ഇസ് ഈക്വൽ ടു എഫ് ആർ എന്താ ഇതിനെ ഈ വോളിയത്തിന് ഈ വി എന്നുള്ളത് തന്നെയാണ് എന്ത് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു വി ഇസ് ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അപ്പൊ ഇതിനെ എഫ് ആർ കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എഫ് ആർ ഇസ് ഈക്വൽ ടു 1/3 പൈ ഇൻറ്റു ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2r ഇൻറ്റു എച്ച് എന്ന് വരും അല്ലെ. അതായത് 2/3 പൈ ആർ എച്ച് ഇൻറ്റു ഡി ആർ പ്ലസ് ഇനി എഫ് എച്ച് എന്താ ഈ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എച്ച് ഡെറിവേറ്റീവ് എടുക്കുക എന്തെന്നാണ് 1/3 പൈ ആർ സ്ക്വയർ അല്ലെ. എച്ചിന്റെ വാല്യൂ 1 അല്ലേ വരുന്നത്, എച്ചിന്റെ ഡെറിവേറ്റീവ് 1 അല്ലേ. 1/3 പൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി എച്ച്. ഓക്കെ, നമുക്ക് എന്ത് വേണം പെർസെന്റേജ് എറർ ആണെങ്കിൽ എന്ത് ചെയ്യണം ഡി വി ബൈ വി വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം മൊത്തം ഇക്വേഷനെ വി കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ ഡി വി ബൈ വി ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് എനിക്കിപ്പോ കിട്ടിയിട്ടുള്ളത് 2/3 പൈ ആർ എച്ച് ഡി ആർ പ്ലസ് 1/3 പൈ ആർ സ്ക്വയർ ഡി എച്ച് ഡിവൈഡഡ് ബൈ വി എന്ന് എഴുതാണ്. ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ 2/3 പൈ ആർ എച്ച് ഡി ആർ ബൈ വി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു നമ്മുടെ 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ 1/3 പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1/3 പൈ ആർ സ്ക്വയർ എച്ച് ഇൻറ്റു ഡി എച്ച് വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ദിസ് വിൽ ഗെറ്റ് ക്യാൻസർ. അതുപോലെ തന്നെ 3 പൈ പൈ സ്ക്വയർ ആർ എച്ച് എച്ച് ഗെറ്റ് ക്യാൻസർ. എന്തെന്ന് വരും ഡി വി ബൈ വി ഇസ് ഈക്വൽ ടു 2 ടൈംസ് ഡി ആർ ബൈ ആർ പ്ലസ് ഡി എച്ച് ബൈ എച്ച് എന്ന് കിട്ടും. ഓക്കെ, നമ്മുടെ കയ്യിൽ ഡി ആർ ബൈ ആർ അല്ലെങ്കിൽ ഡി എച്ച് ബൈ എച്ച് ഒക്കെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഡെൽറ്റ ആർ ബൈ ആർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ത് തന്നെയാണ് ഡി ആർ ബൈ ആർ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു എന്താണ് വാല്യൂ തന്നിട്ടുള്ളത് 2% അല്ലേ, അതായത് 0.02 എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ ഡെൽറ്റ എച്ച് ബൈ എച്ച് is approximately equal to എന്താണ് ഡി എച്ച് ബൈ എച്ച് ആണ്, which is less than or equal to എന്താണ് 0.04 അതായത് 4% എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിലേറ്റീവ് എറർ
ഡെൽറ്റ വി ബൈ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 2 ടൈംസ് ഡെൽറ്റ ആർ ബൈ ആർ പ്ലസ് ഡെൽറ്റ എച്ച് ബൈ എച്ച് നല്ല വരിക അല്ലേ? ഇതൊക്കെ ഇതിനോട് അപ്രോക്സിമേഷൻ ഈക്വൽ ആകുമ്പോ ഇങ്ങനെ എഴുതി കൂടെ എനിക്കോ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 0.02 plus 0.04 എന്ന് വരും. That is equal to 0.08. That is percentage error equal to 0.08 into 100 equal to 8%. Okay. The length, width, and height of a rectangular box are measured with an error of at most 5%. Use a total differential to estimate the maximum percentage error that result if these quantities are used to calculate the diagonal of the box. Okay. ഇവിടെ നമുക്ക് എന്തെന്ന് തന്നിട്ടുണ്ട് ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100 is equal to delta W by W into 100 equal to delta H by H into 100. That is at most എന്ന് വെച്ച് എന്താണ്? are measured with at most. Maximum എത്ര 5% എന്ന് ഉള്ളത് തന്നിട്ടുണ്ട്. അപ്പൊ which is less than or is equal to എന്തെന്ന് 0.0 point അല്ല 5% എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. ഇനി ഡി നമ്മുടെ these quantities diagonal. ഇപ്പൊ ഡയഗണൽ ഓഫ് ദ ബോക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഡയഗണൽ ഡി ഈസ് ഈക്വൽ ടു എന്തെന്നായിരിക്കും? റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ് വരിക ബോക്സിന്റെ. അപ്പൊ നിങ്ങളുടെ ഡിഫറൻഷ്യൽ ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എൽ ഓഫ് എൽ ഡബ്ല്യു എച്ച് into dl plus fw of lwh into dw plus fh of lwh into dh. ഇങ്ങനെയുള്ള ഇക്വേഷൻ വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ into ഇതിന്റെ എൽ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വരില്ലേ? ദാറ്റ് ഈസ് 2l dl പ്ലസ് എഫ് ഡബ്ല്യുവിന്റെ ചെയ്താൽ ഇതുപോലെ തന്നെയല്ലേ വരെ 1/2 റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഇൻറ്റു ഡബ്ല്യു സ്ക്വയറിന്റെ 2w ഇൻറ്റു ഡി ഡബ്ല്യു അല്ലേ? പ്ലസ് 1/2 റൂട്ട് ഓഫ് L square plus W square plus H square into H square ന്റെ 2H into DH. ഇതല്ലേ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിന് എല്ലാത്തിനും എന്ത് ചെയ്യുക? റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എടുക്കാൻ പറ്റും. ഇവിടെ ഈ ടു ഗെറ്റ് ക്യാൻസൽ. ഇവിടെയൊക്കെ ടു ഗെറ്റ് ക്യാൻസൽ ഉണ്ടാവില്ലേ? ടു പിന്നെ ബാക്കി എന്താ ഉള്ളത്? എൽ ഡി എൽ that is LDL plus WDW plus HDH ആണ് പിന്നെ വരുന്നത്. that is DD. നമ്മൾ എന്താ ചെയ്യുക? DD by D equal to റൈറ്റ് സൈഡിലും D ഡിവൈഡ് ചെയ്ത് പോലെ. that is 1/root of L square plus W square plus H square into LDL plus WDW plus HDH divided by D ഉണ്ടാവും. Okay. That is equal to D യുടെ വാല്യൂ എന്താ?
റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ അല്ലേ? ഇവിടെ വീണ്ടും ആ സെയിം മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോ എന്തെന്ന് വരും? രണ്ട് ടൈം ഈ റൂട്ടിന്റെ ടേംസ് വരുമ്പോൾ ഇതെന്താവും? എൽ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഇൻറ്റു എൽ ഡി എൽ പ്ലസ് ഡബ്ല്യു ഡി ഡബ്ല്യു പ്ലസ് എച്ച് ഡി എച്ച് എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഈ ബൈ ഫോർമാറ്റിൽ വേണ്ടേ? അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഡി ഡി ബൈ ഡി ഇസ് ഈക്വൽ ടു 1 ബൈ എൽ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഇൻറ്റു ഇതിനെന്ത് ചെയ്യാം? എൽ ഇൻറ്റു ഇവിടെ എൽ സ്ക്വയറിനാക്കുകയാണ് ഞാൻ. ഒരു എൽ കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യും ചെയ്യാണ്. പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡബ്ല്യു പ്ലസ് എച്ച് സ്ക്വയർ ഇൻറ്റു ഡി എച്ച് ബൈ എച്ച്. ഓക്കെ, ഇങ്ങനെ എഴുതി കൂടെ? അപ്പൊ നമുക്ക് ഈ ഡി എൽ ബൈ എൽ അങ്ങനത്തെ വാല്യൂസ് ഒക്കെ അറിയാലോ. അതായത് ഡെൽറ്റ എൽ ബൈ എൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡി എൽ ബൈ എൽ ആണ്. അതിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.05 ആണ്. അതുപോലെ തന്നെ ഡെൽറ്റ ഡബ്ല്യു ബൈ ഡബ്ല്യു വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡി ഡബ്ല്യു ബൈ ഡബ്ല്യു ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.05 ആണ്. അതുപോലെ തന്നെ ഡെൽറ്റ എച്ച് ബൈ എച്ച് which is approximately equal to dh by h ആണ്, which is approximately equal to which is less than or equal to 0.05 ആണ്. ഇതിൽ എനിക്ക് വാല്യൂസ് അപ്ലൈ ചെയ്തൂടെ? ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ഡി ബൈ ഡി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതെന്ന് വരും 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു ആ ഡെൽറ്റ എക്സ് ബൈ ഇതിന്റെ വാല്യൂ അല്ലേ, ദാറ്റ് ഈസ് 0.05 പ്ലസ് എക്സ് സ്ക്വയർ അല്ലല്ലോ നമ്മുടെ ടേം. എൽ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഇൻറ്റു എൽ സ്ക്വയർ ഇൻറ്റു ഡബ്ല്യു സ്ക്വയർ ഇൻറ്റു 0.05 പ്ലസ് എച്ച് സ്ക്വയർ ഇൻറ്റു 0.05 എന്ന് കിട്ടും. അപ്പോൾ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ എൽ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഇതിൽ നോക്കി എല്ലാത്തിലും 0.05 കോമൺ അല്ലേ, പുറത്തെടുത്തു. ബാക്കി എൽ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്നാണ് വരും. this one get cancelled, which is less than or equal to 0.05 എന്നാണ് കിട്ടിയത്. ഇത് ഡെൽറ്റ ഡി ബൈ ഡി ആണ് ഇട്ടത്, റിലേറ്റീവ് എറർ. ഓക്കെ, പിന്നെ പെർസെൻറ്റേജ് എറർ എന്താ? ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? 5% തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, next question. The period T of a simple pendulum with small oscillations is calculated by the formula T is equal to 2 pi root L by G, where L is the length of the pendulum and G is the acceleration due to gravity. Suppose that measured values of L and G have errors of at most 0.5% and 0.1% respectively. Use differential to approximate the maximum percentage error in the calculated value of T. Okay. നമുക്ക് ടി ഇസ് ഈക്വൽ ടു 2 പൈ റൂട്ട് ഓഫ് എൽ ബൈ ജി ആണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് ഡെൽറ്റ എൽ ബൈ എൽ വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡി എൽ ബൈ എൽ ആണ് നമുക്കറിയാം. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5% ആണ്. അപ്പൊ 0.005 എന്ന് വരും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഡെൽറ്റ ജി ബൈ ജി ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താണ്? ഡി ജി ബൈ ജി ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.1 ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 0.001 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം, ഫംഗ്ഷൻ ആക്കിയിട്ട് എഴുതണ്ടേ? ഡിഫറൻഷ്യൽ ഡി ടി ഇസ് ഈക്വൽ ടു എഫ് എൽ ഓഫ് എൽ കോമ ജി ഡി എൽ പ്ലസ് എഫ് ജി ഓഫ് എൽ കോമ ജി
dg. നമുക്കിവിടെ ക്യാപിറ്റൽ L വെച്ചിട്ട് എഴുതാം. ഓക്കെ, dg. ഇനി നമ്മൾ എന്ത് ചെയ്യുക, FL ഓഫ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 2π ഇൻറ്റു ഇതിന് വിത്ത് റെസ്പെക്ട് ടു L വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താണ്, ഇത് റൂട്ട് എക്സ് പോലെയല്ലേ കിടക്കുന്നത്. ദാറ്റ് ഈസ് 1/2 റൂട്ട് ഓഫ് L/G. L/Gയുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 1/G ഇൻറ്റു DL പ്ലസ് FGയുടെ ആകുമ്പോൾ എന്ത് തന്നെയാണ്, 2π കോൺസ്റ്റന്റ് ഇൻറ്റു റൂട്ട് L/Gയുടെ ചെയ്യുമ്പോൾ 1/2 റൂട്ട് ഓഫ് L/G ഇൻറ്റു L/Gയുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് L ഇൻറ്റു 1/G അല്ലേ, അപ്പൊ മൈനസ് 1/G² അല്ലേ, ഇൻറ്റു DG. That is equal to 2 get cancelled. ഇനി pi by root L. റൂട്ട് G എന്താവും, മോളിക്കും. അതായത് റൂട്ട് G/G ആണ് അല്ലെ. റൂട്ട് G കട്ട് ചെയ്ത ഇവിടെ എന്താവും, ഇത് റൂട്ട് G ആയിട്ട് മാറും അല്ലെ. DL പ്ലസ് ഇവിടെ 2 get cancelled, pi by root L ഇൻറ്റു മുകളിലേക്ക് റൂട്ട് G പോവും, ഡിവൈഡഡ് ബൈ G² ഇൻറ്റു ഇവിടെ ഒരു L മൈനസ് ഫ്രണ്ടില് DG. ദാറ്റ് ഈസ് ഈക്വൽ ടു pi by root of LG ഇൻറ്റു DL എന്ന് കിട്ടും, മൈനസ് pi റൂട്ട് എല്ലും കൂടി കട്ട് ചെയ്യുമ്പോൾ എന്താവും, മുകളിൽ റൂട്ട് ആവും. ഓക്കെ, റൂട്ട് L ഇനി എന്താണ് G, അതുപോലെ തന്നെ റൂട്ട് G ഉണ്ട്, G² കൂടിയിട്ട് കട്ട് ചെയ്യുക. അപ്പൊ എന്തെന്നാവും, G റൂട്ട് G എന്നാ വരിക. അതായത് ഡിവൈഡഡ് ബൈ G റൂട്ട് G. അറിയാലോ, റൂട്ട് G ഡിവൈഡഡ് ബൈ G² എന്ന് വെച്ചാൽ G ഇൻറ്റു G ആണ്. ഇത് കട്ട് ചെയ്തു, ഇതായിട്ട് കട്ട് ചെയ്യുമ്പോൾ എന്താവും, റൂട്ട് G. അപ്പൊ G റൂട്ട് G എന്നാണ് കിട്ടുക. ഓക്കെ, ഇൻറ്റു DG. DT ഈക്വൽ ടു ഇക്വേഷൻ ആണ് കിട്ടിയത്. DT equal to pi by root LG DL minus pi root L by G root G DG. എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ T. ഇവിടെ എന്താവും, ഡിവൈഡഡ് ബൈ Tയുടെ ഇക്വേഷൻ 2π ഇൻറ്റു റൂട്ട് L/G. ഇവിടെ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ T ആണ്, അതായത് 2π റൂട്ട് L/G. ഓക്കെ, ഈ G get cancel, L get cancel. ഇനി pi get cancel. ഇവിടെയും pi get cancelled. ഓക്കെ, ഇനി G get cancelled. അപ്പൊ നമുക്ക് വരുന്നത് DT/T is equal to DL/2 ഉണ്ട്, പിന്നെ എന്താ, റൂട്ട് L ഇൻറ്റു റൂട്ട് L ദാറ്റ് ഈസ് L എന്ന് കിട്ടും. ഇനി മൈനസ് ഇവിടെ DG ഡിവൈഡഡ് ബൈ എന്തുണ്ട്, 2G എന്ന് കിട്ടും. ഓക്കെ, അതായത് 1/2 പുറത്തേക്ക് എടുത്താൽ പോരെ എനിക്ക്. 1/2 ഞാൻ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാല് DL/L മൈനസ് DG/G എന്നാണ് കിട്ടുന്നത്. എനിക്ക് ഡെൽറ്റ T/T ഈക്വൽ ടു 1/2 ഇൻറ്റു ഡെൽറ്റ L/L മൈനസ് ഡെൽറ്റ G/G എന്ന് കിട്ടും. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇപ്പോൾ കാരണം ഇത് അപ്രോക്സിമേഷൻ അല്ലേ. അപ്പൊ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 0.005 പ്ലസ് 0.001. That is less than or equal to 0.003. Maximum
percentage error is 0.3%. ഇതിന് into 100 ചെയ്താൽ മതി. ഇപ്പൊ എന്ത് കിട്ടും? 0.3% എന്ന് കിട്ടും.